ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇതാണ്ട് ഒരു കുക്കറിലോട്ട് കുറച്ച് കടലയുണ്ടല്ലോ, കടലയും പിന്നെ സ്വീറ്റ് പൊട്ടറ്റോ ഉണ്ടല്ലോ, സ്വീറ്റ് പൊട്ടറ്റോയും കൂടെ ചേർത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു റെസിപ്പിയാണ്. ഈ രണ്ട് കോമ്പിനേഷൻ നല്ല പൊളി ഐറ്റമാണ് കേട്ടോ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാം. അതിന് ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്തേക്കണേ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു അരക്കപ്പോളം കടല എടുത്ത് ഞാനൊരു ബൗളിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1.5 കപ്പോളം വെള്ളം കൂടെ ചേർത്ത് ഞാനിതൊന്ന് കുതിരാനായിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് തലേന്ന് രാത്രിയാണ് കേട്ടോ ഈ കുതിരാൻ വെക്കുന്നത്. ഓവർനൈറ്റ് ഒന്ന് കുതിരാൻ വെക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു 6 മണിക്കൂർ കുതിരാൻ വെച്ചാലും മതിയാവും. അപ്പോൾ ഇത് അവിടെ ഇരുന്നൊന്ന് കുതിർന്ന് വരട്ടെ. അപ്പോൾ പിറ്റേന്ന് രാവിലെയാണ് കേട്ടോ ഇനി ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതാണ്ട് കടലയൊക്കെ നല്ല പോലെ ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്, കണ്ടോ, നന്നായിട്ടൊന്ന് കുതിർന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് മറ്റേ വെള്ളക്കടലയിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഈ ഒരു റെസിപ്പി. ഇനി നമുക്ക് നന്നായിട്ട് വാഷ് ചെയ്ത് കൊണ്ടുവരാം. ഇപ്പോൾ അതാണ്ട് ഞാൻ നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതങ്ങോട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഒരു വലിയ കഷ്ണം സ്വീറ്റ് പൊട്ടറ്റോയുടെ പകുതി ഭാഗം മാത്രം എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ചെറുതായിട്ട് ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതുപോലെ ക്യൂബ്സ് ആയിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഞാൻ തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ട് നമുക്ക് ഇനി ഇതും അങ്ങോട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇനി ഒരു കുക്കർ ഒന്ന് എടുത്ത് വെച്ചിട്ട് നമ്മൾ ഇവിടെ കുതിർത്തെടുത്ത കടല അങ്ങോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന സ്വീറ്റ് പൊട്ടറ്റോ ഉണ്ടല്ലോ, അതും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് എരിവിന് ആവശ്യത്തിന് ഒരു പച്ചമുളക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഒരു പച്ചമുളകേ എടുക്കുന്നുള്ളൂ, അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഒരു കുഞ്ഞ് സവാള ഒന്ന് അരിഞ്ഞെടുത്തതാണ്. വലുതാണെങ്കിൽ അതിൻ്റെ ഒരു പകുതി പോർഷൻ എടുത്താൽ മതിയാവും. ഒരു തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 5-6 അല്ലി വെളുത്തുള്ളി കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂണൊക്കെ മുളക് പൊടി, കാശ്മീരി ചില്ലിയാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ അതങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്നങ്ങ് മിക്സാക്കി എടുക്കാം. ഇപ്പോൾ അതാണ്ട് ഞാൻ നന്നായിട്ട് ഒന്നങ്ങ് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വെള്ളമാണ് കേട്ടോ. അപ്പം വെള്ളം ചേർക്കുമ്പോൾ കുറച്ച് കുറുകിയാണ് ഇരിക്കുന്നതെങ്കിൽ കുറച്ച് വെള്ളം ചേർത്താൽ മതി. കുറുകിയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ, ഞാനിത് ദോശയിലൂടെ കഴിക്കാനാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത്തിരി വെള്ളത്തോടെ ഇരുന്നാൽ, അതായത് കുറച്ച് ലൂസായിട്ടിരുന്നാലേ ഒരു രസമുള്ളൂ, എനിക്കതാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാനിതിലേക്ക് കുറച്ചധികം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 2 കപ്പോളം വെള്ളം, 2-2.5 കപ്പോളം വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി ഈ കുക്കർ ഒന്ന് മൂടി വെച്ച് ഇതെല്ലാം നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടണം. ഒരു 5 വിസിലെങ്കിലും കേൾക്കണം കേട്ടോ. അതായത് എൻ്റെ കുക്കറിൽ 5 വിസിൽ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്ന് മൂടി വെച്ച് വെയിറ്റ് ഒക്കെ ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് അടുപ്പത്തേക്ക് മാറ്റാം. ഇത് വെന്ത് വരുന്ന ആ സമയം കൊണ്ട് ഇനി ഒരു മിക്സഡ് ജാറിലോട്ട് 1 കപ്പോളം തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ 1 ടീസ്പൂണൊക്കെ വലിയ ജീരകം ഉണ്ടല്ലോ, അതും കൂടെ ഞാനൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇതൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാവേ. അപ്പോൾ അതാണ്ട് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ ഇതാണ്ട് ഒരു 5 വിസിലൊക്കെ ഒന്ന് കേട്ട് ഇരിക്കുകയാണ്. ആ സ്റ്റീമൊക്കെ നന്നായിട്ടൊന്ന് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഓപ്പൺ ആക്കാം. ആണ്ടേ കറിയൊക്കെ, കടലയൊക്കെ നല്ല പോലെ ഒന്നങ്ങ് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതിൽ വീണ്ടും ഫ്ലെയിം ഓണാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ലൂസായിട്ടാണ് കറി ഉള്ളത്. അപ്പോൾ കുറച്ചും കൂടെ തിക്കായിട്ടാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ഒരു 1.5 കപ്പോളം വെള്ളം ചേർത്താൽ മതിയാവും കേട്ടോ. അപ്പോഴതാണ്ട് നല്ല കടലയൊക്കെ നല്ല അടിപൊളിയായിട്ട് ആ സ്വീറ്റ് പൊട്ടറ്റോ ഒക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. അടിപൊളിയായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. പിന്നെ പ്രധാനമായിട്ടും നമ്മളിതിലേക്ക് ഓയിലൊന്നും ചേർക്കാതാണ് കേട്ടോ ഈ ഒരു കറി ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോഴതാണ്ട് ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചേക്കുന്ന ആ പേസ്റ്റ് ഉണ്ടല്ലോ, മിക്സിയുടെ ജാറിൽ അരച്ചെടുത്തത്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്നങ്ങ് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു സമയം ഉപ്പിൻ്റെ ആവശ്യമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എനിക്ക് ആവശ്യത്തിന് ഉപ്പുള്ളത് കൊണ്ട് ഞാനിതിലേക്ക് ഇനി പ്രത്യേകിച്ച് ഉപ്പൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പം അരപ്പെല്ലാം ചേർത്തിട്ട് നല്ലപോലെ ഒന്നങ്ങ് മിക്സാക്കി എടുക്കാം.
ഒരു സ്വീറ്റ് പൊട്ടറ്റോയുടെ ഒരു സ്വീറ്റ്നെസ്സും നല്ലൊരു ടേസ്റ്റുമായിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ ഒരു രണ്ടും കൂടെ ഒരുമിച്ചൊന്ന് ഉണ്ടാക്കി നോക്കും, നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോഴാണ്ട് നന്നായിട്ട് ഇതുപോലെ ഒന്നങ്ങ് മിക്സാക്കി ചെറുതായിട്ടൊന്ന് തിളച്ച് വന്നാൽ മതി. ഒരുപാട് നേരം ഇട്ട് തിളപ്പിക്കരുത് കേട്ടോ. ഈ അരപ്പ് ചേർത്തിട്ട് ജസ്റ്റ് ഒന്നങ്ങ് തിളച്ച് വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോഴും. അപ്പോൾ ദാണ്ടെ ഇതുവരെ ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഒന്ന് തിളച്ച് വരുമ്പോഴേക്ക് ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മല്ലിയിലയാണ് കേട്ടോ. അപ്പോൾ മല്ലിയില അരിഞ്ഞതും കൂടെ ഇതിന് മുകളിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി ജസ്റ്റ് ഒന്നും കൂടെ ഒന്നങ്ങ് മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ കറി ഇവിടെ സെറ്റാവും കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി ഒരു കറിയാണ് കേട്ടോ. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. ദാണ്ടെ ഇതുപോലെ ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി ഒരുപാട് നേരമായിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോഴേ ഞാൻ ഫ്ലെയിം ഓഫ് ആക്കുകയാണ്. അങ്ങനെ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു നമ്മുടെ ചിപ്പി സ്വീറ്റ് പൊട്ടറ്റോ കറിയാണ് കേട്ടോ. ഇത് ദോശയുടെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ എന്തിൻ്റെ കൂടെ, ഇനി ചോറിൻ്റെ കൂടെ കഴിക്കാനായാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതുപോലൊരു കറി ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനി എനിക്ക് ഒട്ടും വെയിറ്റ് ചെയ്യാൻ സമയമില്ല. ഞാനിവിടെ ദോശയാണ് ഉണ്ടാക്കിയെടുത്തേക്കുന്നത്. ഗോതമ്പ് ദോശയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ ഈ കറിയും കൂടെ അങ്ങോട്ട് ഒഴിച്ച് കഴിക്കുമ്പോൾ നല്ല പൊളി ടേസ്റ്റാണ് കേട്ടോ. നല്ല അടിപൊളി ഒരു കറിയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇനി ഒരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.